ഹലോ ഗൈസ്, അങ്ങനെ ജീപ്പിന്റെ പണിയിൽ ഗിയർ ഒക്കെ അങ്ങനെ ജീപ്പിനെ സെറ്റാക്കിണ്ട്. അതിന്റെ ഒരേ പണികൾ പിന്നാലെ വരും. ബോഡി കയറ്റി വെച്ചു. ഫുൾ ബോഡി പൊളിച്ചിട്ടാട്ട പണിനെ. ബോഡി സെറ്റടാ. അതിന്റെ അടിയിലെ പൈപ്പ് ഡീസൽ പൈപ്പ് അതിന്റെ അടിയിൽ ഡീസൽ പൈപ്പ് ഏടാ. ക്യാമറയിലല്ല, അതിലേക്ക് അപ്പൊക്ക്. അപ്പൊ അങ്ങനെ പിള്ളേര് അപ്പൊക്കെ വിടാ. പൈപ്പ് അതിന്റെ മേലെ കിടക്കുന്നത്. അവിടെ ബൈക്ക് മനസ്സിലായി. എന്താടാ ആ ചക്കൻ ഉഷാറാണ്. നമ്മളെ റിച്ചുവിന്റെ ഇതിലാണ് ഞങ്ങള് മാറിക്കള റിച്ചു കാണിക്കട്ടെ. റിച്ചുവിന്റെ നേതൃത്വത്തിലാണ് നമ്മളെ ഇവന്റെ പേരെന്താ, അയൂബാണ് ഇതിനെ ഫുൾ പാച്ച് കാര്യങ്ങള്. പാച്ച് എന്ന് പറയുന്ന ആകെ ഈ ഒരു പീസ് നമ്മള് പഴയതുള്ളട്ടാ. ഈ ഒരു പീസ് അവിടെ ഞളക്കൊന്ന് കാണുമ്പോൾ തോന്നുന്നു. ബാക്കിയൊക്കെ ഞങ്ങള് കോഴിക്കോട് ഫ്രഷ് പീസ് വാങ്ങി. ഒരാഗ്രഹം അങ്ങനെ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് മൊത്തത്തിൽ വരും. അപ്പൊ ജീപ്പ് പണിയാൻ ആഗ്രഹമുള്ളവർ നമ്മളെ റിച്ചുവിനെ സമീപിക്കാൻ മതി. റിച്ചുവിന്റെ ഫുൾ സെറ്റ് ആക്കിയിട്ട് ഒരു മോഡലാക്കിയിട്ട് സെറ്റാക്കി തരും. കോഴിക്കോട് പോയ എല്ലാ ഐറ്റംസും കിട്ടും നമുക്ക്. ഇതിന്റെ അടിയിൽ ഞങ്ങള് ബോട്ടിന് അടിക്കുന്ന പെയിന്റാണ് അടിച്ചുള്ളത്. പ്രൈമർ നല്ല സെറ്റപ്പ് സാധനമാണ്. ബോട്ടിനടിക്കുന്ന പ്രൈമർ അടിച്ച് ഈ സാധനം ഇതൊക്കെ അടിച്ചാണ് ഞങ്ങൾ സ്വന്തം വണ്ടിയായ കാരണേ ഒന്നും നോക്കണ്ടെന്നാ പറഞ്ഞേ. അതേപോലെ ഡീസല് ടാങ്കൊക്കെ ഫ്രണ്ടിലായിരുന്നു ആദ്യത്തെ വണ്ടിയിൽ. ഇപ്പൊ ഞങ്ങളെ ബാക്കിലേക്ക് സെറ്റാക്കി ഡീസൽ ടാങ്ക് അതിനുള്ള ഐറ്റംസ് ഫുൾ. ഇത് കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ ബോഡി കയറ്റി അടുത്ത ഘട്ടമായിട്ടുള്ള പണികള്. പഴയ ജീപ്പിന്റെ ഐറ്റംസ് ഉണ്ടാവും. എത്ര കാലം കൂടെ കിടന്ന ജീപ്പാന്ന് വെച്ചിട്ടാ. എത്ര കാലം അന്നത്തെ ബാറ്ററി കേസ് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. അതൊക്കെ മാറ്റി ഫ്രണ്ടിലേക്ക് ആക്കാനുള്ള പ്ലാനാണ്. ബാറ്ററി ബാക്കില്, പിന്നെ അതുപോലെ ഡീസൽ ടാങ്ക് ഈ വണ്ടിയിൽ വിടാൻ, അങ്ങനെ കുറെ ഐറ്റംസ്. ബോഡി മൊത്തത്തില് പ്രശ്നമായിരുന്നു കേട്ടോ. അതിന്റെ പേരിലാണ് ഇതാകുമ്പോ ഫുൾ ലെവല്. ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് സെറ്റാക്കും. പെയിന്റിംഗ് ഒക്കെ തുടങ്ങും. ഓക്കെ, ബോഡി പോയിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ കട്ടിയുള്ള സാധനം വയ്ക്കുന്നത്. കോഴിക്കോട് നിന്ന് സെറ്റാക്കി ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വാങ്ങുമ്പോൾ അവിടെ നിന്ന് എല്ലാം കൂടി വാങ്ങി വെച്ചൊന്ന് ഇവിടുന്നോട്ട് പുതിയ സാധനങ്ങളാണ് ഇവിടുന്നോട്ടിട്ട് ഒരു പീസുണ്ട്. നല്ല ഫ്രഷ്നെസ് ഉണ്ട്. ബാക്കി പിന്നെ ഞങ്ങളെ പഴയത് തന്നെ അടിച്ച് ഫുൾ ബോഡി ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ വാങ്ങിയുള്ളൂ. ഇതൊക്കെ ആവശ്യമുള്ളൂ. ഇതൊക്കെ വെച്ച് ആ ഗിയർ ബോക്സിന്റെ ഇത് കറക്റ്റ് ഉണ്ടല്ലോ. സെറ്റപ്പാ. ബാക്ക് ടോപ്പ് ബാക്കിലെ ഇതൊക്കെ വാങ്ങിയിട്ട് സ്റ്റെയറിങ് എവിടെ ഉണ്ട് വരും. നമുക്ക് ഓരോ ഫിറ്റിങ്സും ഞങ്ങൾ നമുക്ക് വേണ്ടി ഇട്ട് കാണിച്ചു തരാം. പെയിന്റിങ് ഇതിപ്പം എൻ്റെ ഇപ്പം തന്നെയാണ് റിസ്വൻ തന്നെയാണ് ഇതൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചേട്ടാ. അതെല്ലാം ഓൾ ഇൻ ഓൾ ആണ്. സ്റ്റെയറിങ് താറിന്റെ അല്ലേ, താറിന്റെ ബോഡിയിലെ ഇതില് വിന്നീസ് നമ്മളെ അവിടെ ഉണ്ടാവും. ആ മോഡല് ഫിറ്റ് ചെയ്യുമ്പോൾ അറിയാം. ലൈറ്റൊക്കെ എടുക്കണമല്ലോ.
ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞു ഗിയർ ബോക്സിൻ്റെ നമ്മുടെ ഗോഡൗണിൽ തന്നെയാണ് പണിയത്. ഗോഡൗണിൻ്റെ സൈഡിൽ ഞങ്ങളതിന് വേണ്ടി സെറ്റാക്കി. സുഖമാണ്, പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടക്കണം. സീറ്റ് ഞെത്ത വേറെ ഏതിൻ്റെ എടുക്കണം, നമുക്ക് സ്കോർപ്പിയോ എടുക്കണം. ഇന്നോവ അല്ലേ അല്ലേ? ആ സീറ്റ് ഇത് പഴയ സീറ്റാട്ടാ. സീറ്റാ ഞങ്ങൾക്ക് കുറെ കാലം ഓടി നടന്ന് ഞങ്ങളാ ചവിട്ടി മെതിച്ചേക്കാണ് പിള്ളേര്. ഇതായിരുന്നു ആദ്യത്തെ ഡീസൽ ടാങ്ക്. ആദ്യം സീറ്റിൻ്റെ അടിയിലായിപ്പോഴേ പറഞ്ഞു നേരത്തെ ഡീസൽ ടാങ്ക് ഇപ്പോൾ കാറിൻ്റെ ഇവിടെ എന്തെങ്കിലും പറയടാ നോക്കുക. അവൻ ആരോടൊന്നും മിണ്ടില്ല. അവനാണ് ഇതിൻ്റെ കരവിരുത് അവൻ്റെയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം വീണ്ടും പണി തുടങ്ങി. ഫൗണ്ടേഷനൊക്കെ മാറ്റി പുതിയ ഫൗണ്ടേഷൻ ഇട്ടു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഫൗണ്ടേഷൻ സെറ്റാക്കി. അത് റിച്ചിനായിട്ടാ ഊരി സെറ്റാക്കണം. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കുറേ പൈപ്പൊക്കെ വാങ്ങി പൈപ്പ് എടുക്കണം. മുളയല്ല കേട്ടാ, മുളതിൻ്റെ കുത്തൊന്നുമില്ല, അതൊക്കെ എടുക്കുന്ന പൈപ്പ് അത് ഇതിലേക്ക് സെറ്റാക്കണം, സ്ട്രോങ് ആക്കാൻ. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിള് ഇപ്പം കേബിളാക്കി മറ്റേ ഇത് മാറ്റിയിട്ട് പണ്ടൊക്കെ നമ്മൾ തണ്ട് ഇപ്പോൾ കേബിളാണ്. അതിനുള്ള മാറ്റങ്ങൾ ഒരു ഉഷാറായിട്ട് പിടിപ്പിക്കുന്നത്. പിന്നെ നമ്മളെ പഴയ ബമ്പർ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ പുതിയ ഡീസൽ ടാങ്ക് വയ്ക്കുമ്പോൾ പഴയ ബമ്പർ വെക്കാണ്ട് ഞങ്ങൾ വാങ്ങിയിട്ട് ബമ്പറിൻ്റെ ഫിറ്റിങ്സിന് വ്യത്യാസമുണ്ടല്ലേ. ടാങ്കിൻ്റെ സിനാലിഫിക്കേഷൻ അത് ഇതിലോ വിചാരിച്ചു അതിന് അവിടെ നിന്ന് വിളിക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോ ജീപ്പ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കുറച്ച് സാധനങ്ങൾ പൈപ്പ് കുറച്ച് ഐറ്റംസ് വാങ്ങി. ആ ഗ്ലാസ് അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഗിയർ ബോക്സ് ഇന്നലെ കാണിച്ചല്ലോ, അതിൻ്റെ ആ ഐറ്റംസ് കൂടി ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി. അങ്ങനെ നമ്മളെ ബാറ്ററി കേസ് ബാക്കിലായിരുന്നു. ബാറ്ററി കേസ് ബാക്കിലായിരുന്നു, അത് ഫ്രണ്ടിലേക്ക് ആക്കി. അങ്ങനെ ഇന്നത്തെ പണി തുടങ്ങി. നമ്മളിപ്പോൾ മോഡലാക്കുമ്പോൾ ഈ സൈഡ് കട്ട് ചെയ്തിട്ട് ഈ പൈപ്പൊക്കെ വെച്ച് നമ്മൾ ഇതിനെ പോയി വണ്ടിയിൽ പോകുമ്പോൾ ഉണ്ടാവില്ലേ ആ സെറ്റപ്പാണ്. അങ്ങനെ പൊക്കി നോക്കണ രീതിയിൽ എന്താണ് പറയാൻ മറ്റേ വണ്ടിയിൽ ജീപ്പിൽ ട്രക്കിങ്ങനെ പോണ രീതിയിലാണ്. ആ സെറ്റപ്പിലാണ് കാര്യങ്ങൾ. ആ കൂട് പൊളിക്കുക. അങ്ങനെ ഓരോ ദിവസത്തെ മാറ്റങ്ങളും അടുത്ത് തുടങ്ങിയിട്ടോ.